ഈ വർഷം ബൊഗൈൻവില്ല ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സോഷ്യൽ മീഡിയ എടുത്താലും ബൊഗൈൻവില്ലയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കും 1-2 ചെടികളും അല്ലെങ്കിൽ കൂടുതൽ ചെടികളും വാങ്ങാൻ പറ്റിയ 5 ബൊഗൈൻവില്ല ഗാർഡനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അവിടെ നമുക്ക് ഹോൾസെയിൽ ഗാർഡനാണ് ഈ പറയുന്ന 5 ഗാർഡനുകളും. പക്ഷേ നമുക്ക് 1-2 ചെടികളും റീറ്റെയിലായിട്ടും വാങ്ങാൻ പറ്റുന്ന ഗാർഡനുകളാണ്. ഇതിൽ ആദ്യത്തെ ഗാർഡൻ ആൽഫൈൻ റോസ് ഗാർഡൻ. ഇത് വരാപ്പുഴ അടുത്തുള്ള ഒളനാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 43 വർഷമായ ഒരു ഫാമിലിയുടെ സ്വപ്നമാണ്, പ്രയത്നമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് നമുക്കൊരു ഫ്ലവർ ഷോയ്ക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഗാർഡൻ. ഇത് എറണാകുളം ജില്ലയിലെ വരാപ്പുഴ എന്ന സ്ഥലത്താണ്. വരാപ്പുഴയിൽ പുത്തൻപള്ളി ഒളനാട് ിലാണ് നമ്മുടെ ഈ ഗാർഡൻ ഉള്ളത്. എൻ്റെ പേര് ജിമ്മി കല്ലൂർ എന്നാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്. മിസ് വേൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. എന്നും പൂക്കളാണ്. അതെ 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 കാണാനും നല്ല ഭംഗിയുണ്ട്. അതെ നല്ല ഭംഗിയാണ്. പോയാലും പെട്ടെന്ന് മരമായി. ഇത് നല്ല മരമാണ്. അതെ ഇതേപോലെയുള്ള മരങ്ങളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതല്ലേ നമുക്ക് സെയിലുണ്ടല്ലേ. പിന്നെ നമുക്ക് താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മിക്ക നഴ്സറികളിലും മദർ പ്ലാന്റ് കൊടുക്കത്തില്ല. നമുക്ക് ഒരുപാട് കളക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മദർ പ്ലാന്റുകൾ ഉണ്ട്. എന്തെന്ന് പറഞ്ഞ ഇപ്പൊ ഒരുപാട് വർഷമായില്ല നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉള്ള വെറൈറ്റികൾ ഉണ്ട് നമുക്ക്. ഇന്നാളെ കഴിഞ്ഞ ദിവസം ഒരു വളരെ പഴക്കമുള്ള ഒരു 3-4 വലിയ പ്ലാന്റുകൾ, റോമ വെരിക്കറ്റഡ് അതേപോലെയുള്ള പ്ലാന്റുകൾ ഇവിടുന്ന് കൊടുത്തായിരുന്നു. അവിടെ നിറയെ പൂക്കളാണ്. അവർക്ക് സന്തോഷമാണ്. അല്ല അവർക്കൊന്നും ചെയ്യണല്ലോ, നേരെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒരു ഹൗസ് വാമിങ് അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വലിയ ചെടികൾ പൂവോട് കൂടിയിട്ട് നമുക്ക്. അതെ അതെന്ന് പറഞ്ഞാൽ ഈ ഹൗസ് വാമിങ്ങും പിന്നെ പ്രസന്റേഷൻ അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഇപ്പൊ ഏൽപ്പിക്കുന്നുണ്ട്. ഹൗസ് വാമിങ്ങിന്റെ ആ മുഹൂർത്തത്തിൽ ഇങ്ങനെ നല്ല ചെടി പൂവോടുകൂടി പൂവോടുകൂടി എത്തുമ്പോഴേക്കും അവിടെ കൂടിയിരിക്കുന്ന ഭയങ്കര വേറെ ലെവലായി പോകും. അതെ അതെ വീട് തന്നെ മാറിപ്പോവും. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. ഞങ്ങള് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്ത് നമുക്ക് ആ വീട്ടിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്കിപ്പോ ഒരു ഓർഡർ ഇപ്പൊ ഒരാൾക്ക് ഉണ്ട്, നമുക്കിപ്പോ കണ്ടു, വീഡിയോ കണ്ടു, താല്പര്യപ്പെട്ടു, അപ്പൊ നമുക്ക് ഒരു ചെടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കുകയാണോ അതോ വാട്സപ്പ് ചെയ്യാണോ? ആദ്യം വാട്സപ്പാണ്. അതെ അപ്പൊ നമുക്ക് പിന്നീട് നോക്കിയിട്ടാണെങ്കിലും മറുപടി കൊടുക്കാം. വാട്സപ്പ് ആകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് അവർക്ക് ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ലൈവായിട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ കോൺടാക്ട് ചെയ്യുന്നവർ കൂടുതലും വാട്സപ്പ് ചെയ്താൽ അത്രയും നല്ലത്. വാട്സപ്പിലാണ് ഏറ്റവും നല്ലത്. ഗുഡായിരിക്കും. ഓക്കെ. ഇപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് കുറെ തൈകള്, അതായത് തൈ എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ ഈ കാണുന്ന നല്ല എല്ലാം നല്ല 3-4 വർഷമെത്തിയ നല്ല പ്ലാന്റുകളാണ്. ഓരോ വർഷങ്ങളും ഇങ്ങനെ വയസ്സ് കൂടുന്തോറും ഇതിന്റെ പൂക്കള് ഭംഗിയും കൂടും, പൂവും നല്ലതായിരിക്കും. പിന്നെ ആ ചെടി ഒരിക്കലും നശിച്ചുപോയില്ല. അങ്ങനത്തെ രീതിയിലാണ് ഈ ചെടികളെല്ലാം വെച്ചുപിടിപ്പിച്ചേക്കുന്നത്. ഒരെണ്ണം വെച്ച് കഴിഞ്ഞാല് ആ ഏരിയ തന്നെ പ്രകാശപൂരിതമായിപ്പോകും. അതെ അതെ കണ്ടില്ലേ, നല്ല പുത്തൊലഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും ഇവിടെ എല്ലാ ദിവസവും ഫ്ലവർ ഷോ തന്നെയല്ലേ? അതെ അതെ നമുക്ക് എന്നും ഫ്ലവർ ഷോ ആണ്. അതെ അതെ ശരിക്കും ഞാൻ വന്നപ്പം ഞെട്ടിപ്പോയി. കാരണം നമ്മൾ പല വീഡിയോയും തായ്ലൻഡിലെ അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ ആയിരിക്കും, പക്ഷേ അതൊക്കെ കണ്ട് നമ്മളിവിടെ ഞെട്ടി. അതെ അതെ നമ്മളുടെ ഒരു കഠിന പ്രയത്നം ഉണ്ട് ഇതിനകത്ത്. എന്നാലും നമ്മളെപ്പോഴും ഇതിന്റെ ചേരയുണ്ട്, ഇതിന്റെ കൂടെ ഉണ്ട്. അതാണ് പറഞ്ഞില്ലേ ഒരെണ്ണം, അതൊന്ന് കാണിക്കോ? അതിന്റെ ഒരു വേറെ വെറൈറ്റി തപസ്സെന്ന് എടുത്ത് കാണിച്ചു. ഇതിങ്ങനെ നിറയെ പൂക്കളാണ്. അതെ അതെ പൂക്കൂടെയാണല്ലോ. അതെ 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 പൂക്കൊട്ടയാണ്, നിറച്ചും പൂവാണ്. ഇതൊക്കെ നമ്പർ 1 പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഫൈൻ പ്ലാന്റുകളാണ് ഞങ്ങൾ സെലക്ഷൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഗുഡ് വെറൈറ്റിയാണ്. സക്കുറ എന്നാണ് വലിയ പ്ലാന്റ് ആണല്ലേ. ഇത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രസമുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒറിജിനൽ സക്കുറയുടെ പൂക്കളാണ് കേട്ടോ. ചെറിയ പൂക്കളാണ് എല്ലാം. നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഓരോന്നും സെപ്പറേറ്റ് എടുക്കുമ്പോഴാണ് ശരിക്കും ആസ്വദിക്കാൻ. അതെ 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 ഒരുമിച്ചിരിക്കുന്നതിലേ. അതെ 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 ഓരോന്ന് സെപ്പറേറ്റ് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണിത് കേട്ടോ. നല്ല തണ്ടുകളാണ് കണ്ട, നല്ല സ്ട്രോങ് ആണ്. ഓക്കെ ഓക്കെ ചേട്ടാ, നമ്മളെ ഒരു ഗോൾഡൻ പെട്രോ ബാമ്പിനെ പറഞ്ഞില്ലേ? അതെ അതെ അതൊന്ന് ഇത് നല്ല നല്ല സ്റ്റൈലിൻ ചെടിയാണ്. ഇതൊരു ആനച്ചന്തമുണ്ട്. അതെ 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 എൻ്റെ ലീഫുകളും എല്ലാം നല്ല നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്.
നല്ല ഷോയാണ് ഇത് കാണാൻ. ആകെ ഒരു ഇലക്കാണ്, പൂവില്ലെങ്കിൽ പോലും ഇല മതി. ലീഫും എല്ലാം ഗോൾഡൻ പെട്രോ ബാമ്പിനോ നല്ല വെറൈറ്റിയാണ്. ഇതൊരു 4 വെറൈറ്റി ഉണ്ട് കേട്ടോ. ചില്ലി ഐസ്ക്രീം, പിന്നെ ഫ്ലെയിം റെഡ്, അതാണ് ഹവായി മെറൂൺ, പിന്നെ ഏതാണ് ഫയർ ഉണ്ട്. അങ്ങനെ 4 കളറും കൂടിയുള്ള ചട്ടിയാണ് കേട്ടോ. ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 4 കളർ. നമുക്കിപ്പോ ഫ്ലാറ്റിലുള്ളവർക്കും അതുപോലെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഒറ്റ ചട്ടി തന്നെ 5 പൂക്കൾ നമുക്ക് വെക്കാൻ പറ്റും. ശകരങ്ങളായിട്ട് വരും പൂക്കൾ കേട്ടോ. ബുഷായിട്ട് വരും, നല്ല ബുഷായിട്ട് വരും. ഇത് മൂൺലൈറ്റ് ആണ് കേട്ടോ. ഇത് അതെ മൂൺലൈറ്റ് യെല്ലോ, അതിൻ്റെ യെല്ലോ ലീഫും. പക്ഷെ ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാലേ നിറഞ്ഞു പോവായി, നല്ല ഭംഗിയാണ്, ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പോ ഒരു കുറച്ച് കൂടുതൽ ഒരുമിച്ച് വെച്ചാൽ ഭയങ്കര ഷോയാണ്. അതെ, അടുത്ത വർഷം അത് കുറച്ച് ചെയ്യണം. അടിപൊളിയാണ്. അതെ, എവിടെ നിന്നാലും എവിടെ നിന്നാലും ഒരു പ്രത്യേക കളറാണ്. മൂൺലൈറ്റ് അല്ലോ. അതെ അതെ, നമുക്ക് തൈകളുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം ഉണ്ട്. രണ്ടാമത്തെ ഗാർഡൻ എന്ന് പറയുന്നത് തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് വളരെ അടുത്തായിട്ട് ഉള്ള ഒരു അടിപൊളി ബൊഗൻവില്ല ഗാർഡനാണ്. ഇവർക്ക് റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. ഈ ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്താണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ വിലകളെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പം ലാഭകരമായിട്ട് വില കുറച്ച് ബൊഗൻവില്ല ചെടികൾ കിട്ടുന്ന ഒരു നഴ്സറിയാണ്. നാടൻ വെറൈറ്റികളെല്ലാം 60 രൂപയ്ക്ക് 7 ഇഞ്ച് ചട്ടിയിൽ കിട്ടുന്ന ഒരു വെറൈറ്റി ഗാർഡൻ കൂടിയാണ് ഈ ഏഡൻസ് ബഡ് പുത്തൂരുള്ളത്. ഈ നഴ്സറി ഫീൽഡിൽ വന്നിട്ടൊരു 10 വർഷമായി. എൻ്റെ പേര് ബോസ് എന്നാണ്. ഓൾറെഡി ഇപ്പോൾ പുത്തൂർ ബൈപ്പാസിൻ്റെ അവിടെ നിന്നൊരു 3 കിലോമീറ്റർ വന്ന ശേഷമാണ് നമുക്ക് ഒരു നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ ചെന്നിട്ടൊരു 1 കിലോമീറ്റർ ഉള്ളിൽ നമ്പ്യാർ റോഡ് എന്ന് പറയും. അവിടെ നമ്മളൊരു 2 ഏക്കറിൽ ഫുള്ള് ഒരു ബോഗൺവില്ല സെക്ഷനാണ് എൻ്റെ മെയിനായിട്ട് ചെയ്യുന്നത്. സുവോളജി പാർക്കിലേക്ക് നമുക്ക് 1 കിലോമീറ്റർ നമ്മുടെ നഴ്സറി അവിടെ നിന്നുള്ളൂ. അതുമാതിരി കേരള പഴനി അവിടുന്ന് ഒരു 500 മീറ്റർ കഴിഞ്ഞാൽ കേരള പഴനി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ. നമുക്ക് ഹൈലൈറ്റ് മാളിലേക്കാണെങ്കിലും വളരെ അടുത്ത്. നമുക്ക് ഇവിടുന്ന് ഒരു ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന് പറയാം. ഇവിടുന്ന് 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള സംഭവമാണ് ഇതെല്ലാം വരുന്നതല്ലേ. അപ്പോൾ അത് മാള് കാണാൻ വരുന്നവർക്കും സൂ കാണാൻ വരുന്നവർക്കൊക്കെ എളുപ്പത്തിൽ വാങ്ങണമെങ്കിൽ നോർമലി ഇപ്പോൾ ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു നമ്മൾ. ഓക്കെ നഴ്സറികളിൽ നമുക്ക് 60 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓർഡിനറി ഹൈബ്രിഡ് നമുക്കൊരു 100-150 രൂപ റേഞ്ചിലേക്കാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ബോഗൺവില്ലയുടെ സ്റ്റാർട്ടിങ്. പിന്നെ അതിൽ വലുതുകളുണ്ട്. അതിൽ നമുക്കൊരു 500, 600, 750, 1000, 1500 അങ്ങനെ റേഞ്ചിലേക്ക് കയറി പോയി മൾട്ടി കളേഴ്സുകളുണ്ട്. ബോഗൺവില്ല മൾട്ടി കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് ഒരു 750 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സെക്ഷൻ എല്ലാം നമുക്ക് മൾട്ടി സെക്ഷനാണ്. ഇതിലിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൂ കൊഴിയണ ഒരു സമയമായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ അധികം കാണാത്തത്. ഇതിപ്പോൾ ഓൾറെഡി ചില്ലി ഐസ്ക്രീം, ചില്ലി യെല്ലോ, റൂബി റെഡ്, മറ്റേ ഫയറോപ്പാല്, അങ്ങനെ എല്ലാത്തിലും പല മിക്സിങ്ങിലാണ് നമ്മൾ ഒരു 3 കളർ 4 കളറായിട്ട് ഇങ്ങനെ മറ്റേ ചെയ്തിട്ടുള്ളത്. സ്വന്തം ചെയ്യണതാണ്, അല്ലാതെ ഇറക്കുന്നതല്ല. അല്ല. അപ്പൊ നമ്മുടെ കാലാവസ്ഥയില് പിന്നെ നമുക്ക് ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനും കഴിയും. നഴ്സറിക്കാർക്കാണെങ്കിലും നമുക്ക് മൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. ന്യായമായ വില. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് അവർ എടുക്കുന്ന ഒരു പാർട്ടികളാണെങ്കിൽ നമുക്ക് അനുസരിച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ബോഗൺവില്ല നാടൻ വെറൈറ്റിയിലുള്ള ചിത്രയിൽപ്പെട്ടതാണ്. പക്ഷെ അത് ഒത്തിരി ഭംഗിയുള്ള ഒരു ഐറ്റാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് 2-3 കളേഴ്സ് ഉണ്ടാവും ഇതിൽ. ശരിക്കും നാടൻ വെറൈറ്റി കൊണ്ട് നമുക്ക് ആൾക്കാർ ശരിക്കും ഇത് ഹൈബ്രിഡ് ആണെന്ന് ഒത്തിരി ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നാടനാണ്. ശരിക്കും ഡോക്ടർ ഗോൾഡൻ സൺഷൈൻ്റെ ഒക്കെ അതിന്റെ വേറൊരു വേർഷൻ എന്ന് പറയാൻ പറ്റുള്ളത്. നാടൻ അങ്ങനെ ഹൈബ്രിഡായി വന്നൂല. അതെ. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഓൾറെഡി നാടൻ വെറൈറ്റികളാണ്. ആവറേജ് നമുക്കൊരു അത്യാവശ്യം ഒരു 1000-1500 റേഞ്ചിൽ വരുന്ന ഐറ്റാണ് ഇതെല്ലാം. ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഹൈറ്റ് ഉള്ളത് ഒരു 3 അടി ഹൈറ്റ് ഉള്ളത് ആവറേജ്. ഹോൾസെയിലുകാർക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു സെക്ഷനാണിത്. വണ്ടി വന്ന് കയറ്റി പോകണ ഒരു മതി. അപ്പം നമ്മൾ അവർ തലേദിവസം വിളിച്ച് പറയും. അപ്പം നമ്മളത് എടുത്ത് അവർക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ അത് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. നോർമലി നമ്മൾ നാടൻ വെറൈറ്റി ആണിത്. ഇത് നമ്മൾ 7ന്റെ പോട്ടാണ്. ഞാൻ 60 രൂപയ്ക്കാണ് ഇവിടുന്ന് നഴ്സറിക്കാർക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം 60 രൂപേന്റെ എല്ലാം ഫുൾ 60 രൂപയ്ക്കാണ്. നഴ്സറി സെക്ഷനിലാണ്. അത് നമ്മളൊരു ആവറേജ് ഒരു 100 എടുക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് കുഴപ്പമില്ല.
അങ്ങനത്തെ ഒരു സെക്ഷനിൽ നിൽക്കണം. ഇപ്പോൾ ഇന്ന് കുറച്ച് അവർ വന്ന് വണ്ടി വന്ന് കയറ്റിണ്ട് പോകും. തലേദിവസം പിടിച്ച് പറയുന്നത് കൊണ്ടാണ് നമുക്കത് കറക്റ്റ് ഇത് ചെയ്യാൻ പറ്റണേ അല്ലേ. നമുക്ക് മൂന്നാമത്തെ ഒരു ഗാർഡനും കുറച്ച് പഴയ ഗാർഡനാണ്, അതും ഹോൾസെയിലാണ്. ഇവരെല്ലാം തൈ ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ തന്നെയാണ്. ഇത് കോതമംഗലം ശോഭന സ്കൂളിൻ്റെ അടുത്താണ് ജോയ്സ് ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 100-ൽ പരം വെറൈറ്റികൾ ഉണ്ടെങ്കിലും ഇവർ 25 വെറൈറ്റികൾ മാത്രമാണ് ഇവർ കൂടുതൽ തൈകൾ ഉണ്ടാക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എപ്പോഴും പൂക്കളുണ്ടാകുന്ന മഴക്കാലം ഒഴികെ എപ്പോഴും പൂക്കളുണ്ടാകുന്ന നിറയെ പൂക്കുന്ന വെറൈറ്റികൾ സെലക്ട് ചെയ്ത് മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോൾസെയിലാണല്ലേ? ഇവിടെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും മരുന്ന് കഴിഞ്ഞാൽ കൊടുക്കും അല്ലേ? ഉണ്ട്. കോതമംഗലത്ത് നിന്ന് ആദ്യം ദൂരം ഇല്ലല്ലോ ഇങ്ങോട്ട്? കോതമംഗലം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ അല്ലേ? നഴ്സറീൻ്റെ പേരെന്താ ചേട്ടാ? ജോയ്സ് ഗാർഡൻസ് അല്ലേ? ശരിയല്ലേ? ഹവായി പറ്റി അത്യാവശ്യം ഡിമാൻഡുള്ള ഐറ്റം. നല്ല ഡിമാൻഡ്, ഇപ്പോഴും നന്നായി പൂക്കുന്ന ഏരിയല്ലേ. ഇത് ഗോൾഡൻ വൈറ്റ് പ്ലാന്റാണ്, പുതിയതാണ്, നമുക്ക് ഒത്തിരി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് പ്ലാന്റുകൾ. അതെ അല്ലേ? ആയി വരണേ ഉള്ളത്. ഓ, ഇത് സോഫ്റ്റ് പിങ്ക് അല്ലേ? ഇതിൻ്റെ തൈ ഉണ്ടോ? ഇതിൻ്റെ തൈ ഉണ്ടാവും, തീർന്നു 1-2 കിട്ടുള്ളൂ. മജന്ത ഈ വെറൈറ്റി ആണല്ലേ? വെറൈറ്റി. വാട്ടർമെലൺ കിസ് പ്ലാന്റ് ആണ്, പൂത്തു വരുന്നേ ഉള്ളൂ. സക്കുറ ബെല്ലാക്കനിൽ പെട്ടതാണോ? അതിൻ്റെ ആ കളറൊക്കെ പൂക്കളുടെ ഒക്കെ കളർ അത് തന്നെയാണ്. അതിൽ പിങ്ക് പാച്ച് എന്നാണ് എൻ്റെ പേര്. അതല്ലേ? ഇതിൻ്റെ തൈ ഉണ്ടോ നമുക്ക്? തൈ ഇല്ല, ഇത് അങ്ങനെ ഒത്തിരി പൂക്കുന്ന ഇറയാനല്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പേര് പഴയ പ്ലാന്റ് ആണ് കേട്ടോ, ഒത്തിരി പുതിയൊന്നുമല്ല, പക്ഷെ തൈകൾ പണ്ടും കുറവുള്ള നന്നായിട്ട് പൂക്കുന്ന ഇറയാണത്. എല്ലാം ഡിമാൻഡ് ഉണ്ടല്ലേ? ഡിമാൻഡുള്ളതാണ്. സുചിത്ര സന്ന പ്ലാന്റിന്റെ പേര്, നന്നായിട്ട് പൂക്കുന്നതിനാണ്. പുതിയനാണല്ലേ? പുതിയാണ്, നിറയെ പൂക്കും. ഓ, ബാലക അതിന്റെ പേര്. ബാലക. സുചിത്രാസിന്റെ അതേ ഫാമിലി? സെയിം ഫാമിലി. ബാലക. യെല്ലോ ഫാന്റസി. അതല്ലേ? ഇത് പഴയതാണോ അതോ? പഴയ പ്ലാന്റ് അത്. ഇത് ചുനി ഗോസ്വാമി, പുതിയതാ. അദ്ദേഹത്തിൻ്റെ ആണ് ഈ ബാലകയും നമ്മൾ നേരത്തെ ആദ്യം കണ്ടേ. ഇതൊക്കെ വരുന്നത് നടണേൻ്റെ ചെറിയൊരു ലീഫിൻ്റെ ഒരു വെരിഗേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിയതാണ് സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി. ഇങ്ങനൊരു ചെറിയ വ്യത്യാസം വരണുണ്ടല്ലേ? അത് മാറ്റം വരാമല്ലോ. 4ാമത്തെ ഒരു ഗാർഡൻ വരുന്നത് നമ്മുടെ അതുൽ ഗാർഡൻ. അത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തി അടുത്ത് നെട്ടിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഗ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ ലെയറിങ്ങും അതുപോലെ തൈയെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. പുറമേ നിന്നുള്ള ഒരു ചെടിയും ഇവിടെ വരുന്നില്ല, എല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. പിന്നെ ഇവിടെ മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം ഹൈബ്രിഡ് വെറൈറ്റി ബോഗൻവില്ലകളെല്ലാം ഒരേ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രതിരോധ ശക്തിയുള്ള തൈകൾ കിട്ടാൻ ഈ അതുൽ നഴ്സറി നല്ലതായിരിക്കും. ഇവിടെയും ചെറിയ രീതിയിൽ, അതായത് 1-2 തൈകളും അതുപോലെ ഹോൾസെയിലായിട്ടും നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഗാർഡനാണ്. നമുക്ക് ഹോൾസെയിലാണോ റീറ്റെയിലാണോ വരുന്നത്? ഇവിടെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഇന്ന ആൾക്ക് ഇന്നത് കൊടുക്കുള്ളൂ നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. ആര് കാശ് തന്നെ അവർക്ക് ചെടി കൊടുക്കാന്നുള്ള മാത്രം നമ്മുടെ തിയറിയുള്ളൂ. ആര് പൈസ തന്നെ അവർക്ക് ചെടി കൊടുക്കണോ. ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നഴ്സറി നിൽക്കുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലം, മണ്ണുത്തി നിന്ന് ഉള്ളിലേക്ക് നെട്ടിശ്ശേരി. തൃശ്ശൂർ കൂടി വരാന്ന് വെച്ചാൽ മ്യൂസിയം വഴി വരാന്ന് വെച്ചാൽ മ്യൂസിയം, നെല്ലാങ്കര മൊക്കാട്ടിലെ കൂടി വരാന്ന് വെച്ചാൽ മണ്ണുത്തി എത്തനേക്കാളും 30 ഈ നഴ്സറി. ഇവിടുത്തെ ഈ ബൊഗൈൻ വില്ലകളൊക്കെ നമ്മൾ എങ്ങനെയാണ് പുറത്തുനിന്ന് വരുവാണോ അതോ ഇവിടെ ലെയർ ചെയ്യാണോ ഗ്രാഫ്റ്റ് ചെയ്യണോ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത്? ഈ കാണുന്നിടത്ത് ഇവിടെ ഉള്ള ചെടികൾ ഒരു എണ്ണം പുറത്തുനിന്ന് വരുന്നില്ല, ഒക്കെ ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കണതാ. ഇപ്പൊ ചിലത് കിട്ടാത്ത ചെടികളൊക്കെ ഇവിടെ ലെയർ ചെയ്യും, ഗ്രാഫ്റ്റ് ചെയ്യും. അതായത് ഇതൊക്കെ ലെയറിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നത് ഇതൊക്കെ കാണുന്നത് മുഴുവനും ലെയർ ചെയ്തെടുക്കണതാ. പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നതൊക്കെ ഒക്കെ ലെയർ ചെയ്തേക്കണതാ. ലെയർ ചെയ്ത് വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചാണതാ. അതന്നെ ഇവിടെ ചെയ്യണത്. അപ്പൊ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ സംഭവമാണ്. കാരണം ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ നമ്മളിപ്പം ഹൈദരാബാദിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ കൊണ്ടുവന്ന് പൂവായിട്ട് നമുക്ക് ഇവിടെ വരും. പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് പറ്റിക്കോണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് കൊണ്ടുവരാൻ വെച്ചാൽ അതിൻ്റെ അടിയിൽ മുഴുവൻ കളിമണ്ണാ. ഇത് വരുന്നത് മെയിനായിട്ട് വരുന്നത് കൽക്കട്ടന്നാ. ഇവിടെ എല്ലാവരും കൊണ്ടുവന്ന് കൽക്കട്ടന്ന് കൊണ്ടുവന്നിട്ട് വെക്കണത്. അത് കംപ്ലീറ്റ് അടിയിൽ കളിമണ്ണായിരിക്കും. കളിമണ്ണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് സിമന്റ് പോലെ ഇരിക്കും, പാടാ. ഞാൻ നേരത്തെ പറഞ്ഞു വരവ് ഗ്രാഫ്റ്റിംഗ് കണ്ട, ഈ റിബൺ കണ്ട, ഈ റിബൺ കിട്ടുന്നത് വരവ് ഗ്രാഫ്റ്റിങ്ങിന്റെ പ്രത്യേകതയാ. ഈ കൊമ്പ് കനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറിഞ്ഞു വീഴും. ശരിക്കും നോക്കിയോ ഒന്നുകൂടി കണ്ട,
ഇത് തന്നെ തൊലിയുമാണ് ചെയ്യണത് അവര്. ഓ ഇവിടുത്തെ ഗ്രാഫ്റ്റിംഗ് ഞാൻ കാണിച്ചു തരാം ഇനി. കണ്ടാ ഇത് തൊലിയുടെ സൈഡിലാണ്, അപ്പൊ അത് എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് പോലെ അവിടെ ഇരിക്കും. കാറ്റടിച്ചാൽ അത് കൊമ്പ് കനം വന്ന് കാറ്റടിച്ച് മറിഞ്ഞു വീഴും. കനം വന്നു കഴിഞ്ഞാൽ മാത്രം, ചെറുതിൽ മറിയില്ല, കനം വന്നാൽ മാത്രം മറിയുള്ളൂ കേട്ടോ. വെയിറ്റ് ആകുമ്പോഴത്തേനും കാറ്റും വരുമ്പോഴത്തേനും വെയിറ്റ് വന്നു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. ഇത് സൈഡിൽ ആ തൊലിപ്പുറത്താണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. തൊലിപ്പുറത്ത് ഈ റിബൺ ചീന്തി കളഞ്ഞു കഴിഞ്ഞാൽ സാധനം മറിഞ്ഞു വീഴും. കണ്ട ഗ്യാപ്പ് നോക്കി ശരിക്കും കാണാം. ഇതാണ് നമുക്ക് ഇപ്പം പല ഇതിലും മുട്ടയായിട്ടൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്താ ഉരുട്ടിയെടുക്കുന്നത് അവര് ആ നെറ്റ് വെച്ചിട്ട് പണ്ട് വെക്കുന്നതാ. നെറ്റ് ഊരി പോയി കഴിഞ്ഞാൽ അത് പോയി. ആ സമയത്ത് ഇപ്പുറത്തെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ച തൊട്ടന്നെ. നമുക്ക് ഇനി അത് നോക്കാം. ഇത് നമ്മുടെ അടുത്ത ഗ്രാഫ്റ്റിംഗാ. എന്തായാലും ഇത് ഒരു ചെടിയുമ്പോൾ ഉണ്ടാവണത് 3 കളർ പൂവല്ലല്ലോ, 3 കളർ പൂവാണ് നിക്കണത്. നോക്കിയേ, ഇതിന്റെ ഗ്രാഫ്റ്റിംഗ് എവിടെയാ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയേ. ഇതിന്റെ ഇവിടെ സെറ്റായി. ഇതെന്ന് പറഞ്ഞാൽ ശരിക്ക് വി ഗ്രാഫ്റ്റ് ആണ് സാധനം. ഒരു കംപ്ലൈന്റും വരില്ലത്. കണ്ടാ, നാച്ചുറലായിട്ട് മരം വളർന്നു വന്ന പോലെയായി. ഇത് ഒരു സപ്പോർട്ട്. 5ാമത്തെ ഗാർഡൻ നമ്മുടെ പ്ലാന്റ്സ് വേൾഡ്. ഇത് തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്നും ചെറക്കേക്കോട് പോകുന്ന വഴിക്ക് ഉള്ള കൊട്ടേപ്പാടം എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് വരും. അവിടെ തന്നെ കാണും, മെയിൻ റോഡ് സൈഡിൽ തന്നെ കാണുന്ന ഒരു ഗാർഡനാണ്. ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ കിടക്കുന്നതാണ്. ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മുടെ കയ്യിലില്ലാത്ത ഒരു വെറൈറ്റിയെങ്കിലും അവിടെ പോയാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ വെറൈറ്റികളുടെ ഒരു ഉത്സവം നടത്തുന്ന ഒരു ഗാർഡനാണ് പ്ലാന്റ്സ് വേൾഡ്. ഇത് പ്ലാന്റ്സ് വേൾഡ് നഴ്സറിയാണ്. ഇത് മണ്ണത്തിൽ നിന്ന് ചെറക്കക്കോട് പോകുന്ന റൂട്ടിൽ കോട്ടയപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബൊഗൈൻവില്ലയുടെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് വന്നിട്ടുണ്ട്, അവൈലബിൾ ആണ്. ബോൺസായി ടൈപ്പാണ്. ഇതിൽ ഇതുപോലൊരു 4-5 കളർ വരെ ഉള്ള ടൈപ്പ്. ഇതൊക്കെ ചില്ലി വെറൈറ്റികളാണ്. പിന്നെ ഇതിൽ ഫ്ലെയിം റെഡും അങ്ങനെയുള്ളതും ഒക്കെ ഉണ്ട്. ഒരു 4 കളറായാലും 4-5 കളർ വരുന്നുണ്ട്. മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. കൂടുതലും ചില്ലി വെറൈറ്റികളാണല്ലേ ഇതിൽ ചില്ലി വെറൈറ്റികളാണ് കൂടുതൽ. പിന്നെ ഫ്ലെയിം റെഡിൻ്റെ അങ്ങനെയുള്ള വെറൈറ്റികളുടെ വേറെ മൾട്ടിഗ്രാഫ്റ്റും ഉണ്ട്. വെറൈറ്റി അല്ലേ? നല്ലൊരു വെറൈറ്റി. കുഞ്ഞിപ്പൂവും ലീഫ് വേരിയേറ്റഡ് ആണ്. വാട്ടർ മെലൺ കിസിന്റെ ആ ഒരു സ്റ്റൈലാണ് അല്ലേ? അതെ. ഇത് റെഡ് വെണ്ടർ അല്ലേ? ഇതും പുതിയതാണോ? ഇത് ഈ വർഷം വന്നതാ അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ ആ ഇല ഇറിഗേഷൻ വന്നപ്പോൾ? ഉണ്ട്. ഇതും കുറച്ച് തൈ ഉണ്ട് അല്ലേ? ഇത് കുറേ ഉണ്ട്. ലൈറ്റ് യെല്ലോ. ഇത് നല്ല കളറാണല്ലേ? ആ ഇലയും മഞ്ഞ ഒരു ഇത് വരുന്നു, പൂവും കൂടെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ള ചെടിയ. അത് ഹവായി വൈറ്റ്. ഈ 2 സെക്ഷൻ ഹവായി വൈറ്റ് ആണ്. ആ ലൈന് ഹവായി വൈറ്റ്. അദർണ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൽ ഒരു 8 കളറ് മാറി മാറി വരുന്ന ടൈപ്പ് ചെടികളാണ്. നല്ല മൂവുള്ള ചെടിയാണ്. ഇത് 12 ഇഞ്ച് ചട്ടിയാണ്. ഇതിൻ്റെ 7 ഇഞ്ച് ചട്ടി നമുക്ക് കിട്ടും, അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കിവിടെ. പിന്നെ അതൊക്കെ റെഡ് വെണ്ടറിന്. പിന്നെ ഇത് പൂന വൈറ്റ് ലാവണ്ടർ. ഇത് ബ്യൂട്ടിയിൽ വൈറ്റ് ബ്യൂട്ടി, പിങ്ക് ബ്യൂട്ടി കുറേ മിക്സ് ആയിട്ടിരിക്കുന്നതാണ്. ബേബി പിങ്ക് ഉണ്ട്. ഇത് നാടനുണ്ട് കുറേ. പിന്നെ ആ വേരിഗേറ്റഡ് ആയിട്ട് കാണുന്നതൊക്കെ ഡോക്ടർ റാവു ഉണ്ട്. പിന്നെ സിംഗപ്പൂർ പിങ്ക് എന്നും പറഞ്ഞൊരു വെറൈറ്റികളുണ്ട്. കുറേ അങ്ങനെ കുറേ വെറൈറ്റികളുടെ മിക്സാണ്. പുതിയതായിട്ട് ചേർത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതൊന്നും കണ്ടില്ല. ഇല്ലില്ല, 1 ഏക്കർ കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്.